ആരും കാണുന്നില്ലല്ലോ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ് കേട്ടോ. നമ്മൾ വെക്കേറ്റ് ചെയ്യാണ്, ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബായൊക്കെ പറഞ്ഞ് അവിടുന്ന് വെക്കേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഗേറ്റിൻ്റെ വെളിയിലോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ കുറേ സ്ട്രീറ്റ് ഡോഗ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ബട്ട് ആദ്യം തന്നെ ഉപദ്രവകാരികളല്ല. അവിടുന്ന് എല്ലാവരും ഫുഡൊക്കെ കൊടുക്കുന്ന നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ്സാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളെ കൂടെ തന്നെ വന്നു ക്യാബിൻ്റെ അവിടെ വരെ. അപ്പം ഞങ്ങളുടെ ക്യാബൊക്കെ വന്നു, ഞങ്ങൾ പെട്ടിയൊക്കെ കയറ്റി കിട്ടും. അപ്പം നമ്മൾ സെക്ടർ 122 അങ്ങനെ ബായ് പറയാണ് കേട്ടോ. നമ്മൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഡൽഹി, ബട്ട് ഞങ്ങൾ ഇപ്രാവശ്യം വന്നത് നോക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു 50 ഡിഗ്രി വരെ പോകുന്നായിരുന്നു. പക്ഷേ എന്തോ ഞങ്ങളെ ദൈവം കാത്തു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. മഴയൊക്കെ ആയിരുന്നത് കൊണ്ട് ചൂട് കുറവാണ്. ഇപ്പം നോക്കുമ്പോൾ ഏകദേശം ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ കാണുന്നുള്ളൂ. അപ്പം ജയ്പൂർ പോയി വന്നതിന് ശേഷമുള്ള പിറ്റേന്നത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പം രാവിലെ തന്നെ എൻ്റെ മേക്കപ്പ് ഇല്ലാത്ത കോലം കണ്ട് നിങ്ങൾ ഞെട്ടണ്ടായെന്ന് കരുതിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ആദ്യം തന്നെ ഇട്ടത്. നമുക്കിനി രാവിലെ എഴുന്നേറ്റിട്ടുള്ള വീഡിയോ കാണാം. നമ്മുടെ ഇന്നല്ല നാളെയാണ് നമുക്ക് ട്രെയിൻ വരുന്നത്. നാളെ രാവിലെ പുലർച്ചെ. അപ്പം ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. നോക്കട്ടെ, ചിലപ്പോൾ ഞങ്ങൾ സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്യും, അല്ലെ പിന്നെ ഡൽഹിയിലടുത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ സ്റ്റേ വരെ നോക്കാന്ന് വിചാരിക്കുന്നത്. നല്ല ഉറക്കാണ്. ജയ്പൂരിൽ തന്നെ പോയിട്ട് നല്ല ഡിലേ ആയി. അപ്പോ ഉറക്കം ശരിയായിട്ടില്ല. കണ്ണൊക്കെ ഇങ്ങനെ ആയിരിക്കുക. അപ്പൊ ഇനി ഉറക്കൊക്കെ നടക്കുമെന്ന് അറിയില്ല. അല്ലെ ട്രെയിൻ കയറിയിട്ട് വേണം ഉറങ്ങാൻ വേണ്ടി. ഒരു ഹോം ലൈക്ക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടേ തോന്നിയിട്ടില്ല. കുക്കിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. നമ്മളിപ്പം ഡൽഹിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഡൽഹിയിലെ രാവിലത്തെ ഒരു ബ്ലോക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ 11 മണിയായിട്ടോ. അപ്പോൾ യമുന എക്സ്പ്രസ് ഹൈവേയിലാണ് നമ്മളുള്ളത്. ഒരു ടണലിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സൈഡിൽ ചുമർച്ചിത്രങ്ങളൊക്കെ ഉണ്ടോ, കൊള്ളാം. അങ്ങനെ ഞങ്ങൾ നിയർ ബൈ ആയിട്ടുള്ള മെട്രോ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ മെട്രോയിലാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം നമുക്ക് മെട്രോ കാണാം. അപ്പം ഞങ്ങളങ്ങനെ മെട്രോ കയറി INA മാർക്കറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ INA മാർക്കറ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് പിങ്ക് ലൈൻ എടുത്തിട്ട് വേണം ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ക്യാബ് തന്നെ ഡയറക്റ്റ് പോയാൽ പോരെ, എന്തിനാ ഈ മെട്രോയിലേക്ക് കയറുന്നതെന്ന്. അപ്പോൾ ഈ ലഗേജൊക്കെ എടുത്ത് കയറുന്ന കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഞങ്ങൾക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടും പിന്നെ മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ മെട്രോയിൽ കയറിയത്. അപ്പം നമ്മൾ ടുക്ക് എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. ലഗേജൊക്കെ അവിടെ നമുക്ക് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ബാഗേജ് ഒക്കെ ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഖാൻ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പൊ സമയം ഇപ്പൊ ഏകദേശം 5 മണിയായി വൈകുന്നേരം. ഞങ്ങൾക്ക് നാളെ രാവിലെ 5:30ക്കാണ് ട്രെയിൻ വരുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഡൽഹിയിലെ നൈറ്റ് ലൈഫ് കൂടി ഞങ്ങൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ ഖാൻ മാർക്കറ്റിന്റെ അടുത്തുള്ള വേളാങ്കണ്ണി മാതാവിന്റെ ചർച്ചിലൊക്കെ പോയി പ്രെയർ ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ സീപ്പിലേക്ക് വിട്ടു കേട്ടോ. നല്ല കാലാവസ്ഥ കേട്ടോ, നല്ലൊരു മഴയൊക്കെ ഇത് മഴ പെയ്യാൻ പോകുന്ന ഒരു കാലാവസ്ഥയാണ്. ചെയ്യാൻ വേണ്ടി വന്നു തരികയാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ആ ഒരു വൈബ് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുക. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഇങ്ങനെ ഈ ഒരു രാത്രി സമയത്ത് ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനെ നടക്കുക എന്ത് രസാന്നറിയാം. ഇപ്പം ഐസ്ക്രീമുകൾ അവിടെ കുൽഫിയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിക്കൊണ്ട് കഥകളൊക്കെ പറഞ്ഞ് നടക്കുവാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ പാലിക ബസാറിന് മുന്നിലെത്തി കേട്ടോ. അപ്പം കണ്ടപ്പോ ഞങ്ങൾ വിശ്വാസത്തിന്റെ കയറിയേക്കാം, പക്ഷെ അവര് പറഞ്ഞു ക്യാമറ അലൗഡ് അല്ലാന്ന്. അപ്പൊ ഞങ്ങൾ പാലിക ബസാറിന്റെ ഉള്ളിൽ കയറി
മുന്നേ ഒക്കെ അതിനുള്ളിൽ ക്യാമറയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ബട്ട് ഇപ്പൊ അത് അലൗഡ് അല്ല. അതിന്റെ ഉള്ളില് എനിക്ക് അത്ര ക്ലീൻ ആയിട്ട് നീറ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. കുറെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഞങ്ങളൊന്നും വാങ്ങിയില്ല. ജസ്റ്റ് എല്ലാം കണ്ട് നടന്നു ഞങ്ങൾ പുറത്തെത്തിട്ടോ. കാറ്റ് നോക്ക്. ഇവിടെ പാലിക ഗേറ്റ് നമ്പർ 7 അടുത്താട്ടോ ഞങ്ങൾ. നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ സ്ഥലം കണ്ടാ പറയോ നേരത്തെ ഒരു വലിയ കൊടുങ്കാറ്റടിച്ച സ്ഥലമാണെന്ന്. ഡൽഹിയിലെ കാലാവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. പെട്ടെന്ന് ചൂടും മഴയും തണുപ്പും കാറ്റൊക്കെ മാറി മാറി വന്നോണ്ടിരിക്കും. സോ ഞങ്ങളിപ്പോഴും കണ്ണൂർ ക്ലാസ്സിലാണുള്ളത്. അപ്പൊ ഇവിടുന്ന് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സോ ഇതാ ഞങ്ങൾ ഇത്രയും ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഈ ലോക്കൽ വെൻഡേഴ്സിനൊക്കെ ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഈ ഡൽഹിയിലെ CP എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് ഇവിടുത്തെ കണ്ടപ്പോൾ നമ്മുടെ മുംബൈയിലുള്ള കൊളാബ കോസ്റ്റൊക്കെയാണ് കേട്ടോ ഓർമ്മ വന്നത്. അതുപോലെയുള്ളൊരു അന്തരീക്ഷം. അപ്പം ഞങ്ങൾ കുറേ നല്ല ഒത്തിരി ഫോട്ടോ ഫ്രെയിംസ് അവിടെ നിന്ന് വാങ്ങിയിട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ഒത്തിരി ഫ്രെയിംസ് ഉണ്ട് ഇവിടെ. വരുവാണെങ്കിൽ ഇവിടെ വന്നെടുത്തോ. കമ്മ ചെയ്ത് കൊടുക്കൂലേ? അവന് നാണം വരുന്നോ? ഗൈസ് ഞങ്ങൾ അങ്ങനെ നല്ല ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. കാണിച്ചേ. ദേ അപ്പൊ എന്റെ കണ്ണുകൾ ഉടക്കിയത് ഇങ്ങോട്ടേക്കാണ് കേട്ടോ. എത്ര ബുക്സാ നോക്ക്. നല്ല ലാഭത്തിൽ കുറേ ബുക്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങി കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ ബുക്സ് ഒക്കെ വായിക്കുന്ന ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഡോറൊക്കെ ക്ലോസ് ആയി തുടങ്ങി കേട്ടോ. ദേ ഡൽഹി പതിയെ ഉറങ്ങാൻ വേണ്ടി പോവാണ്. ഞങ്ങളിപ്പം റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോവാട്ടോ. അങ്ങനെ CPയിലെ നൈറ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് ഫൈനലായിട്ടൊരു ഡെസ്റ്റിനേഷൻ കൂടി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞങ്ങൾ ഈ പോകുന്ന റൂട്ട് വെച്ചിട്ട് ഡൽഹിയിലേക്ക് മുന്നേ വന്നവരോ ഡൽഹിയിൽ ഇപ്പോൾ താമസിക്കുന്നവരോ ആരെങ്കിലും ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാവും ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന്. അപ്പോൾ രാജു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ കടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരോ സ്റ്റേറ്റ്സിൻ്റെ ഗസ്റ്റ് ഹൗസുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തൂടെയാണ് കേട്ടോ. അപ്പോൾ ന്യൂഡൽഹിയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സിനും തന്നെ ഗസ്റ്റ് ഹൗസുകളുണ്ട് കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ടും അതിനെ നമ്മൾ സദൻ ഭവൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേര് വെച്ചിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് ഗുജറാത്ത് ഭവൻ, മഹാരാഷ്ട്ര സദൻ, ആന്ധ്ര ഭവൻ, രാജസ്ഥാൻ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല പേരുകളാണോ. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അറിയുന്നവരൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കണേ. നമ്മുടെ ഇന്ത്യ ഗേറ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലുക്കൊക്കെ എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. ഡൽഹിയിൽ രാത്രി കറങ്ങി 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 ഞാൻ നല്ല കോലത്ത്. ഇപ്പം ഞാൻ എവിടെയുള്ളതെന്ന് അറിയാം നിങ്ങൾക്ക്? സോ രാത്രി ഈ സമയത്ത് വന്നുകൊണ്ട് ക്ലോസ് ആണ് കേട്ടോ. ഞങ്ങൾക്കിത് ഇവിടെ എൻട്രി ഗേറ്റ് ഒക്കെ വെച്ചിട്ടൊക്കെ നമുക്കിവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. എൻ്റെ മുടിയൊക്കെ എക്സ്ക്യൂസ് ചെയ്യണം. ഞങ്ങൾ ഡൽഹിയിൽ കറങ്ങി കറങ്ങി മുടിയൊക്കെ ഈ രീതിയിലായി. അപ്പം നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇന്ത്യ ഗേറ്റ്. ഞങ്ങളിനി റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോവാണ്. എല്ലാവരും ഉണ്ട് കൂടെ. ഇവിടെയാണ് നമുക്ക് പരേഡ് നടക്കുന്നത് കേട്ടോ. റിപ്പബ്ലിക് പരേഡ് നടക്കുന്ന ഒരു ഏരിയ ആണിത്. ഈ കർത്തവ്യ പാത എന്ന് പറഞ്ഞിട്ട് എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു സ്ഥലം കേട്ടോ. ഇതാണ് ആ ഒരു പ്ലേസ്, കർത്തവ്യ പാത. ഇവിടെയാണ് പരേഡ് നടക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ്.
സോ നമ്മുടെ വീരയോദ്ധാക്കന്മാരുടെ പേരുകളൊക്കെ കൊത്തി വെച്ചൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മോറിയൽ ട്രിബ്യൂട്ടാണ് കേട്ടോ ഇത്. ഡൽഹിയിൽ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇന്ത്യ ഗേറ്റ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ത്യ ഗേറ്റ് ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് സ്റ്റേഷനിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിലാണെങ്കിൽ ക്യാബിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ കലിപ്പിലാണ് ചിത്തു. ഗൈസ്, ഞങ്ങൾ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രെയിൻ വരുന്നത് രാവിലെ 5 മണിക്കാട്ടോ. നാളെ രാവിലെ 5 മണിക്ക് മംഗള എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. RICയിലാണ് ഇപ്പോഴും ഉള്ളത്. നമുക്കറിയില്ല, ചാർട്ടിട്ട് കഴിയുമ്പോൾ മാറുമെന്ന്. സോ നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഗേറ്റ് നമ്പർ 2ലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കടന്നോ? तो पहले हम लोग क्लॉक रूम में जाना पड़ेगा. तो उधर से हमारा बैग लेके ये सामान पूरा उसमें हम लोग को फिल करने का है. ठीक है? ओके. അപ്പം നമ്മുടെ കളിയും ചിരിയൊക്കെ നിറഞ്ഞിട്ടുള്ള ഡൽഹി ട്രിപ്പ് ഇവിടെ ഏകദേശം അവസാനിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം സമയം ഇപ്പം 12 മണിയായി. പുലർച്ചയ്ക്ക് 5 മണിക്കാണ് നമുക്ക് ട്രെയിൻ വരുന്നത്. അപ്പം നമ്മൾ പല പല സ്ഥലങ്ങളും പല പല ആളുകളെയും പല പല സമയത്തൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തു. ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ എല്ലാ നിമിഷങ്ങളും ഞങ്ങൾക്ക് ചെറിഷ് ചെയ്യാനുള്ള ബോണസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ്. പല ട്രിപ്പുകളും പ്ലാൻഡും അൺപ്ലാൻഡും ഒക്കെ ആയിരുന്നു. അപ്പോൾ റാൻഡ് ആയിട്ടുള്ള നമ്മുടെ ജയ്പൂർ ട്രിപ്പൊക്കെ പൊളിയായിരുന്നു കേട്ടോ, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ യാത്ര ചെയ്യാൻ പറ്റട്ടെ, ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഫാമിലീസിൻ്റെ കൂടെ ആണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും. അപ്പോൾ ഞങ്ങളുടെ ഡൽഹി ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് വ്ളോഗ് എന്ന് പറയുന്നത് ബാക്ക് ടു കണ്ണൂർ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്നത് മംഗള എക്സ്പ്രസ്സിലാണ്. പുതിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ. ബൈ.